പുതുതായി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ ജില്ലയിൽ ഏറ്റവും കുറവ് ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് ഈ ജില്ലയോട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് അനുവർത്തിക്കുന്ന അവഗണനക്കെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് സമരത്തിന്റെ ആദ്യ പടിയെന്നോളം മുസ്ലിം ലീഗിന്റെ ജില്ലയിലെ നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സമരസംഗമത്തിന്റെ ഭാഗമായുള്ള പ്രകടനമാണ് ഈ വാഹനത്തിൽ തൊട്ട് പിറകിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയോട് ആരോഗ്യവകുപ്പ് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി DMO ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരസംഗമത്തിൽ ശക്തമായ പ്രതിഷേധത്തിന്റെ ജനരോഷമിരമ്പി. സമരത്തിന്റെ സൂചന എന്ന നിലയിൽ ജനപ്രതിനിധികളെയും പാർട്ടി നേതാക്കളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സമരസംഗമം സംഘടിപ്പിച്ചിരുന്നത്. മുസ്ലിം ലീഗിന്റെ ജില്ലാ മണ്ഡലം ഭാരവാഹികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരും പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഏറ്റവും അവസാനമായി 204 സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ നിയമനം ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നടത്തിയപ്പോൾ അതിൽ 4 പേരെ മാത്രം മലപ്പുറം ജില്ലയിൽ നിയമിച്ചതാണ് ജില്ലയിലെ ജനങ്ങളുടെ രോഷം അണപ്പൊട്ടാൻ ഇടയാക്കിയത്. ഇതിനു മുൻപും ഇതേ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിനെ നടുനിവരാൻ അനുവദിക്കാതെയും ജനറൽ ആശുപത്രി പ്രവർത്തിക്കാൻ തന്നെ സമ്മതിക്കാതെയും ജില്ലയെ ദ്രോഹിക്കാനുള്ള മാർഗം തേടുക മാത്രമാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 13 സ്പെഷ്യലിസ്റ്റ് പ്രൊഫസർമാരുടെയും അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ വൃക്കരോഗികളും ഡയാലിസിസ് സെന്ററുകളുമുള്ള മലപ്പുറം ജില്ലയിലേക്ക് ഒരു നെഫ്രോളജിസ്റ്റിനെ പോലും നിയമിക്കുകയുണ്ടായില്ല. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം.